ലോകമെമ്പാടും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ട ഒരു കിടിലൻ വെബ് സീരീസ് ആണ് നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ലക്കാസ ഡേ പപ്പേൽ അഥവാ മണി ഹേസ്റ്റ്. എനിക്ക് തോന്നുന്നു ആ കൊറോണ ടൈമിലൊക്കെ നമ്മുടെ കേരളത്തില് വെബ് സീരീസ് ഒന്നും കാണാത്ത ആളുകളിൽ ഭൂരിഭാഗം പേരും ആദ്യമായിട്ട് കുത്തിയിരുന്ന് കണ്ട ഒരു സീരീസ് കൂടിയായിരിക്കും മണി ഹേസ്റ്റ്. ഞാൻ ആദ്യമായിട്ട് കണ്ട സീരീസ് ഗെയിം ഓഫ് ത്രോൺസ് ആണ്. നിങ്ങൾ ആദ്യമായിട്ട് കണ്ട സീരീസ് ഏതാണെന്ന് ഒന്ന് കമന്റ് ചെയ്യുക. സോ ഞാൻ പറഞ്ഞു വന്നത്, വലിയൊരു ഹൈസ്റ്റിനെ പറ്റി നമുക്ക് പറഞ്ഞു തന്ന പ്രൊഫസറെയും അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ നടപ്പാക്കണം എന്ന് കാണിച്ചു തന്ന കുറച്ച് മച്ചാന്മാരെയും നമുക്ക് മറക്കാൻ പറ്റില്ല. സോ ഇന്ന് മണി ഹേസ്റ്റുമായി ബന്ധപ്പെട്ട് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയാൻ സാധ്യതയില്ലാത്ത 5 ഫാക്ടുകൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 5, മണി ഹേസ്റ്റിന്റെ 1-2 സീസണുകളിലെ മിക്ക സീനുകളും സ്പെയിനിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. സീരീസിന്റെ വലിയ ബഡ്ജറ്റ് ആദ്യമൊക്കെ പ്രൊഡ്യൂസേഴ്സിന് ഒരു പേടി സ്വപ്നമായിരുന്നു. എന്നാൽ ഒടുവിൽ നെറ്റ്ഫ്ലിക്സ് ഈ സീരീസ് ഏറ്റെടുത്തതോടെ പ്രൊഡ്യൂസേഴ്സിന് തുടർന്നും ധൈര്യത്തോടെ ഈ സീരീസുമായി മുന്നോട്ട് പോകാൻ സാധിച്ചു. ആദ്യമൊക്കെ സ്പെയിനിലെ ആളുകൾക്ക് സീരീസിനോട് അത്രയ്ക്ക് അങ്ങോട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ മെല്ലെ മെല്ലെ മണി ഹേസ്റ്റ് പരാജയത്തിലേക്ക് വഴുതി പോവുകയായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മുടെ നെറ്റ്ഫ്ലിക്സ് ഈ സീരീസിനെ ഏറ്റെടുത്ത് അതിന് രക്ഷകനായി മാറിയത്. യാതൊരു വിധത്തിലുള്ള അഡ്വർടൈസ്മെന്റോ അംഗീകാരമോ ഇല്ലാതിരുന്നിട്ട് കൂടി മണി ഹേസ്റ്റിനെ നെറ്റ്ഫ്ലിക്സ് ഏറ്റെടുത്ത് വലിയൊരു ഹിറ്റാക്കി മാറ്റുകയായിരുന്നു. നമ്പർ 4, ഗവൺമെന്റിന്റെ നിയമങ്ങൾക്കെതിരെ ജനങ്ങൾക്ക് പ്രതികരിക്കാനുള്ള ഒരു സിംബലായി മണി ഹേസ്റ്റിലെ ഡാലി മാസ്കും റെഡ് സ്യൂട്ടും മാറുകയായിരുന്നു. ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമായി രാഷ്ട്രീയ റാലികളിലും പൗരാവകാശ പ്രതിഷേധങ്ങളിലും ഡാലി മാസ്ക് ധരിച്ച ആളുകളുടെ എണ്ണം കൂടി വന്നു. ഇന്നും മണി ഹേസ്റ്റ് ഇമ്പാക്ട് എന്നറിയപ്പെടുന്ന ഈ മാസ്കും സ്യൂട്ടും ചിലി, ഫ്രാൻസ്, ഇറാഖ് എന്നീ രാജ്യങ്ങളിൽ പല സ്ഥലങ്ങളിൽ നടക്കുന്ന ഒട്ടുമിക്ക പ്രതിഷേധങ്ങൾക്കും ആളുകൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. നമ്പർ 3, ഒരു സ്പാനിഷ് ആർട്ടിസ്റ്റ് ആയിരുന്ന സാൽവഡോർ ഡാലിയിൽ നിന്നുമാണ് സീരീസിലെ ഡാലി മാസ്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ചെറുത്തുനിൽപ്പിന്റെയും വിപ്ലവ പ്രസ്ഥാനത്തിന്റെയും മുതലാളിത്ത വിരുദ്ധ ചിത്രകാരനോടുള്ള ആദരവിന്റെയും സൂചകമായിട്ടാണ് ഡാലി മാസ്ക് ഈ സീരീസിൽ ഉടലെടുത്തത്. സാൽവർ ഡാലി 1904 ജനിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഒട്ടുമിക്ക പെയിന്റിംഗ് വർക്കുകളും ഇന്നും പ്രശസ്തമാണ്. നമ്പർ 2, ലക്കാസ ഡേ പാപ്പൽ എന്നാണ് മണി ഹേസ്റ്റിന്റെ ശരിക്കുള്ള പേര്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം കൂടിയാണ്. ആന്റിന എന്ന് വിളിപ്പേരുള്ള ഒരു സ്പാനിഷ് ചാനലിലൂടെയാണ് മണി ഹേസ്റ്റ് ആദ്യമായി ടെലികാസ്റ്റ് ചെയ്യപ്പെട്ടത്. അന്ന് ഈ സീരീസിന്റെ പേര് ലക്കാസ ഡേ പാപ്പൽ എന്നായിരുന്നു. പേപ്പറുകളുടെ വീട് എന്നാണ് ഈ വാക്കിന് അർത്ഥം വരുന്നത്. സീരീസിന്റെ ടൈറ്റിൽ സോങ്ങിൽ നമ്മൾ കാണുന്ന റോയൽ മിന്റ് ഓഫ് സ്പെയിനിന്റെ ആ പേപ്പർ മോഡൽ അതും ലക്കാസ ഡേ പാപ്പൽ എന്ന ഈ ടൈറ്റിലിന് സമാനമായാണ് എടുത്തിരിക്കുന്നത്. ഹൗസ് ഓഫ് പേപ്പർ, പക്ഷെ ഇവിടെ കാശിനെയാണ് പേപ്പർ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. നമ്പർ 1, മണി ഹേസ്റ്റിന്റെ റിലീസിന് ശേഷം ഒരുപാട് സ്ഥലങ്ങളിൽ സമാനമായിട്ടുള്ള മോഷണങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പ്രൊഫസറിന്റെ പാഠങ്ങൾ മനഃപ്പാടമാക്കിയ കള്ളന്മാർ രണ്ടും കൽപ്പിച്ച് കക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഇന്ത്യയിലും ഒരുപാട് സ്ഥലങ്ങളിൽ കുറെ റോബറികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്താലേ. Criminal thriller web series Money Heist, a cash manager cleaned out his own bank vault of 34 crore rupees. Now remember, if you watch Netflix, you'll know this is taking inspiration from a very famous series over there. അങ്ങനെ തമിഴ്നാട്ടിലെ ഒരു ജ്വല്ലറി ഷോപ്പിൽ എത്രയോ കണക്കിന് വില വരുന്ന ആഭരണങ്ങൾ 7 പേർ ചേർന്ന് വടിച്ചെടുത്ത് കൊണ്ടുപോയി. എന്നാൽ അബദ്ധവശാൽ അതിൽ ഒരാൾ മാത്രം പിടിക്കപ്പെട്ടു. ഹെൽമെറ്റ് ഇട്ടില്ല എന്ന കാരണം കൊണ്ടാണ് ഇതിലെ ഒരാളെ പിടികൂടാനായത്. സോ ഇവനെ പിടിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇവൻ ഇടാതെ പോയ ഹെൽമെറ്റിനേക്കാൾ എത്രയോ കണക്കിന് വില വരുന്ന സാധനങ്ങളൊക്കെയാണ് ഇവന്റെ കയ്യിലുള്ളതെന്ന് പോലീസുകാർക്ക് മനസ്സിലായത്. ഈ കളവിന് പിന്നിലുള്ള പ്രൊഫസറെയും മറ്റ്5 പേരെയും ഇന്നും പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. സീരീസിലെ പ്രൊഫസറൊക്കെ ആയിരുന്നെങ്കിൽ ഈ പിടികൂടിയവനെ പുറത്തിറക്കാൻ വേണ്ടി അതേ ജ്വല്ലറി തന്നെ ഒന്നുകൂടി കയറിയിട്ടുണ്ടാവും.